കോഴിക്കോട് ഞാവൽ പഴം എന്ന് കരുതി വിഷക്കായ കഴിച്ച 3 വിദ്യാർത്ഥികൾ കൂടി ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്തും ചുണ്ടിലും വീക്കവും ചൊറിച്ചിലും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ചികിത്സ തേടിയത്. നേരത്തെ ചികിത്സ തേടി വിദ്യാർത്ഥിക്കൊപ്പമാണ് 3 പേരും വിഷക്കായ കഴിച്ചത്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ഉണ്ട്. ലിനറ്റ്, ആദ്യം ഒരു കുട്ടിയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി പോവുകയായിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഈ 3 കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? വിശദാംശങ്ങൾ. അഖില, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആദ്യത്തെ ഈ ഞാവൽപ്പഴം എന്ന് കരുതി കാട്ടുപഴം കഴിച്ച് ആദ്യത്തെ കുട്ടി ആശുപത്രിയിൽ എത്തുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യമായി ഇത്തരം ഒരു കേസുമായി കുട്ടി ചികിത്സയിൽ എത്തുന്നത്. ശേഷം കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെടേണ്ട സാഹചര്യം ഉള്ളതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. കുട്ടിയുടെ നില ഗുരുതരമായിരുന്നു. കുട്ടിയുടെ വായും അതോടൊപ്പം തന്നെ ഉൾഭാഗങ്ങളൊക്കെ തന്നെ പൊള്ളിയ ഒരവസ്ഥയിലാണ്. തുടക്കത്തിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് മൂലമാണ് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതി കാണുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് 3 കുട്ടികൾ കൂടി ഇത്തരത്തിൽ വിഷക്കായ കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ വരുന്നത്. ചുണ്ടിനും മുഖത്തും വീക്കവും ദേഹത്ത് ചൊറിച്ചിലും വന്നതിനെ തുടർന്നാണ് 3 കുട്ടികൾ വീണ്ടും ചികിത്സയ്ക്കായി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. ആദ്യ കുട്ടിയുടെ അത്രത്തോളം പരിക്കുകളൊന്നും തന്നെ ഈ കുട്ടികൾക്കില്ല. അവരുടെ നില വളരെ നല്ല രീതിയിൽ തന്നെയാണ് തുടരുന്നത്. നില സാരമുള്ളതല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലിനറ്റ് വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്.